മാർച്ച് 20 നോമ്പുകാലത്തിലെ 2-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച. ലൂക്ക 16:19 മുതൽ 31 വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം ലാസറിൻ്റെയും ധനികൻ്റെയും കഥയാണ്. ലാസർ ഒരു ദരിദ്രനായിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങളാൽ നിറഞ്ഞിരുന്നു. ധനികൻ്റെ വീടിൻ്റെ വാതിലിന് പുറത്ത് അവൻ യാചിച്ചു. ധനികൻ എപ്പോഴും നല്ല വസ്ത്രം ധരിച്ചിരുന്നു. ഏറ്റവും നല്ല ഭക്ഷണം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. ധനികൻ്റെ വീടിന് പുറത്ത് ലാസർ രാവും പകലും ഉണ്ടായിരുന്നിട്ടും ധനികൻ ലാസറിനെ അവഗണിച്ചു. ഈ രണ്ടുപേരും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു. ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ ഉടൻ തന്നെ സ്വർഗത്തിലേക്ക് അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇതിനുശേഷം ധനികനും മരിച്ചു. അവനെ അടക്കം ചെയ്തു. എന്നിരുന്നാലും ധനികൻ സ്വർഗത്തിലേക്കല്ല പോയത്, പകരം പാതാളത്തിലേക്ക് പോയി. അവിടെ അവൻ വലിയ പീഡനം അനുഭവിച്ചു. എങ്ങനെയോ ധനികന് അബ്രഹാമിനെ സ്വർഗത്തിൽ കാണാൻ കഴിഞ്ഞു. അതിശയകരമെന്ന് പറയട്ടെ, അബ്രഹാമിൻ്റെ സമീപത്തിരിക്കുന്ന ലാസറിനെയും അവൻ കണ്ടു. ധനികൻ സ്തബ്ധനായി. ഇതെങ്ങനെ സംഭവിക്കും? അബ്രഹാത്തിൻ്റെ അടുത്തിരിക്കേണ്ടവൻ താനല്ലേ? ധനികൻ അബ്രഹാമിനെ വിളിച്ചു. ലാസറിനെ തൻ്റെ അടുക്കിലേക്ക് വെള്ളം കൊണ്ടുവരാൻ അയക്കാൻ അപേക്ഷിച്ചു. കാരണം താൻ വലിയ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അബ്രാഹാം ധനികനെ ഓർമ്മിപ്പിച്ചു, ഭൂമിയിലായിരുന്നപ്പോൾ ലാസർ കഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് ധാരാളം ദാനങ്ങളും കൃപകളും ലഭിച്ചിരുന്നു. ഇപ്പോൾ അവരുടെ നിലപാടുകൾ മാറി. ഇപ്പോൾ ലാസറിന് ധാരാളം കൃപകളും ആശ്വാസം ലഭിക്കുന്നു. അതേസമയം ധനികൻ പീഡനത്തിലാകുന്നു. ഒരു നല്ല ജീവിതം നയിച്ചതിലൂടെ ലഭിച്ച ദാനങ്ങളും അനുഗ്രഹങ്ങളും ലാസർ കൊയ്യുകയായിരുന്നു. അതേസമയം ധനികൻ തൻ്റെ ജീവിതത്തിൽ നടത്തിയ സ്വാർത്ഥ തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ കൊയ്യുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന നിരവധി പാഠങ്ങളുണ്ട്. ഒന്ന്, 2 തരത്തിലുള്ള പാപങ്ങളുണ്ട്. കർമ്മപാപവും അതുപോലെ തന്നെ ഉപേക്ഷ പാപവും. ധനികൻ ഒരു കുറ്റവാളിയല്ല, പക്ഷേ ധാർമ്മികമായി ചെയ്യാൻ കടപ്പെട്ട കാര്യങ്ങൾ അവൻ ചെയ്തില്ല. അതായത് തൻ്റെ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കിടുകയോ അവരോട് കരുണ കാണിക്കുകയോ ചെയ്തില്ല. 2, ഇന്ന് കഷ്ടപ്പെടുന്നവർക്കും അവഗണിക്കുന്നവർക്കും പ്രത്യാശയുണ്ട്. ദൈവം അവരെ കരുണയുള്ള കണ്ണുകളോടെ നോക്കുന്നു. അവരുടെ കഷ്ടപ്പാട് താൽക്കാലികമാണ്. അവർക്ക് നിത്യതയോളം സ്വർഗത്തിൽ ആശ്വാസം ലഭിക്കും. 3, മരണാനന്തര ജീവിതമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്താൻ ആരെങ്കിലും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ കാത്തിരിക്കരുത്. നല്ലത് മാത്രം ചെയ്യുക, അതാണ് ശരിയായ കാര്യം. ഇന്നത്തെ നമ്മുടെ ആനന്ദം നിത്യദണ്ഡനത്തിനായി മാറ്റരുത്. 4, നമ്മുടെ സമ്പത്തോ സുഹൃത്തുക്കളോ നാം അടുത്ത ലോകത്തേക്ക് കൊണ്ടുവരുന്നില്ല. അതിപ്പോൾ പങ്കുവയ്ക്കാനുള്ളതാണ്. നമുക്ക് കരുതാനും പങ്കിടാനും കഴിയുമെങ്കിൽ ആരും ദുഃഖിക്കില്ല എന്ന ഒരു ഗാനത്തിൻ്റെ വരികൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവകൃപയാൽ ലാസറിൻ്റെ കഥ നമ്മുടെ അത്യാഗ്രഹത്തെ ഔദാര്യമാക്കുകയും നമ്മുടെ നിർവികാരതയെ അനുകമ്പയാക്കുകയും നമ്മുടെ ക്രൂരതയെ ദയയാക്കി മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.